എടാ, എനിക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറ, ഇതിപ്പോ കൊറേ ആയല്ലേ. അത് നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? എന്റെ ഫ്രണ്ട്സ് ആകുമ്പോ അതിപ്പോ ആരല്ലെന്ന് പറഞ്ഞു. അങ്ങനല്ല, പക്ഷെ നീ എന്നെ ഫ്രണ്ടായിട്ട് വന്നു. നീതു, ഇതിപ്പോ എനിക്കും അറിയാം നിനക്കും അറിയാം. മീൻസ് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ നിന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല. നിനക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. അമലേ, അതാ പറഞ്ഞത് ശരിയാവത്തില്ല. ഇപ്പം നമ്മള് റിലേഷൻ ആവുന്ന നോക്കും പോസിബിൾ അല്ല. കാരണം നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ സിനിമ സിനിമ എന്ന് പറഞ്ഞ നടക്കല്ലേ, എത്ര ആളെന്ന് വെച്ചാ. നീ എന്താ പറയണ്ടേന്നറിയില്ല. പെട്ടെന്ന് കേട്ടപ്പം പക്ഷെ എനിക്ക് സിനിമ എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നീ. പക്ഷെ ശരിയാവില്ല. നിനക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടും. ഞാൻ നീ പറഞ്ഞതുപോലെ മാറാം. അതാ നല്ലത്. കാരണം അല്ലെ നമ്മുടെ ഫ്യൂച്ചർ വെറുതെ ചെയ്യണം. ഞാൻ നിന്റെ കൂട്ടത്തിലുള്ള കുറെ മൊമെന്റ്സ് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നല്ല, എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. ശരി, എന്നാ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. വെണ്ണിൽ പറക്കുന്ന പൈങ്കിളിയോ നീയൻ കണ്ണിൽ മയങ്ങുന്ന പൂങ്കിനാവോ നിന്റെ വാർമുടിത്തുമ്പിയിലെ പൂവിതളായെന്നെ. ഉറപ്പായിട്ടും നമ്മളെ വേദനിക്കുന്ന ടൈം അല്ലെങ്കിൽ നമ്മള് വേഴ്സ്റ്റ് സിറ്റുവേഷൻ കയറി പോകുന്ന ടൈമില് നമ്മളെ കൂടെ ഉണ്ടാവാത്ത ഒരാളെയും നമ്മൾ കൂടെ കൂട്ടേണ്ടതില്ല. അതാണ് സത്യാവസ്ഥ. നമ്മള് വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മളെ കൂടെ ആരാണ് ഉള്ളത്, അവര് തന്നെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ പിന്നീട് ഉണ്ടാവുക. അങ്ങനെ നിൽക്കാനോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് അത്രയും സപ്പോർട്ട് ചെയ്യാനോ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ വിട്ട് കളയണം. അതിപ്പോ ഒരു പെണ്ണായിരുന്നാലും ആണായിരുന്നാലും പോട്ടെ, ലെറ്റ് ദം ഗോ, അത്ര തന്നെ. അതിലുപരി വേറെ ഒന്നും ഇതിൽ പറയാനില്ല. ഹലോ, ഞാനിവിടെ കടയുടെ ഫ്രണ്ടിലുണ്ട്. ആ, വന്നിട്ട് കുറെ നേരമായോ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് ചായ എല്ലാം കുടിക്കണോ, അതാ ഫുഡ് കഴിച്ചായിരുന്നോ? അല്ല ചേട്ടാ, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. എന്റെ വീട്ടുകാർ നിർബന്ധിച്ചോണ്ട് മാത്രമാ. കുഴപ്പമില്ല, എനിക്കിതൊക്കെ ശീലം. എന്റെ റീസൺ അത് പിന്നെ ഓപ്പൺ ആയിട്ട് പറയാം. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ആയി. ഞാൻ അതിന് ഇതുവരെ മൂവ് ഓൺ ആയിട്ടില്ല. നമുക്ക് നടന്നിട്ടൊന്നല്ല. കയ്യും തൂറ്റിയതാ? അതൊരു മുറിവാ, കുറെ നാളായി, ഇതുവരെ ഉണങ്ങിയില്ല. അതുപോട്ടെ, ഇയാൾക്ക് റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇയാളെങ്ങനെ മൂവ് ഓൺ ആയി? ഒരു കാര്യം പറയട്ടെ, ഇയാളെ കയ്യിൽ മുറിവെന്ന് ഉണങ്ങാത്തെന്നറിയോ? അതിങ്ങനെ കൂടെ പിടിച്ചോണ്ടിരുന്നല്ലേ അതൊരിക്കലും ഉണങ്ങാൻ പോണില്ല. അതുപോലെ തന്നെ നമ്മളെ ജീവിതം, നമ്മൾ പാസ്റ്റ് ഇങ്ങനെ അലച്ചോണ്ടിരുന്നാലേ ഒരിക്കലും മൂവ് ഓൺ ആവാൻ പോണില്ല. സത്യമാണ്. നമ്മളെ ബെസ്റ്റ് മെമ്മറീസ്, നമ്മളെ പാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ആലോചിക്കുന്നു അത്രത്തോളം നമ്മൾ ഹർട്ടായിക്കൊണ്ടിരിക്കാനായിരിക്കും. അത് വിട്ടിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. മൂവ് ഓൺ ആവാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു പോസിബിൾ തിങ് അല്ല. പക്ഷെ അതിലുപരി നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അവർ നമ്മളെ ലൈഫിൽ ഇല്ല, അല്ലെങ്കിൽ ഇനി അവർ നമ്മളെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് സത്യാവസ്ഥ ഇതിൽ കാണിച്ചു തരുന്നത്.